ധൈര്യത്തോടെ ഉയർത്തിപ്പിടിക്കുക. ദൈവനോട് പറഞ്ഞൊരു കാര്യം ഇതാ, ചങ്കൂറ്റത്തോടെ ബൈബിൾ പിടിച്ചോണ്ട് പോകാൻ കഴിയുന്ന കുഞ്ഞുങ്ങൾ സ്കൂളുകളിലും കോളേജിലും എഴുന്നേൽക്കണം. യേശുവിനെ പ്രസംഗിക്കാൻ താല്പര്യമുള്ള യൗവനക്കാർ, മോനെ നിന്നെ കർത്താവിന് വേണം, മോനെ കർത്താവിനെ വേണം, അങ്ങനെ സമർപ്പണമുള്ളവർ കൈയുയർത്തി പിടിച്ചാൽ ഇനിമാരുണ്ട് ധൈര്യത്തോടെ കടമുയർത്തുന്ന മോനെ യേശു കാണുമോനെ, മോനെ യേശു കാണുന്നുണ്ട്, മോനെ യേശു കാണുന്നുണ്ട്. എനിക്ക് ജോലി ചെയ്യണം, പക്ഷെ ഒരു മിഷണറി നേഴ്സ് ആകണം, മിഷണറി ഡോക്ടർ ആകണം, മിഷണറി ടീച്ചർ ആകണം, എനിക്ക് ജോലിയോടുകൂടെ സുവിശേഷ വേല ചെയ്യണം എന്ന് പറയുന്ന കുഞ്ഞുങ്ങളെ കടമുയർത്തി പിടിച്ചാട്ട് എനിക്ക് ജോലിയെക്കാളും നല്ലൊരു കർത്താവാ, എനിക്ക് ജോലിയോടുകൂടെ സുവിശേഷ വേല ചെയ്യണം. കടമുയർത്തിക്കോ, ധൈര്യത്തോടെ ഉയർത്തിക്കോ. നിന്റെ ഹോസ്റ്റലിൽ, നിന്റെ സ്കൂളിൽ, നിന്റെ കോളേജിൽ നീയാ കർത്താവിനെ പ്രസംഗിക്കുന്നത്, നീയാ പ്രസംഗിക്കുന്നത്. ബൈബിൾ പിടിച്ചോണ്ട് ധൈര്യത്തോടെ പോകാൻ നിനക്ക് ധൈര്യമുണ്ട്, മാറണ്ട. ബൈബിൾ പിടിച്ചോണ്ട് സ്കൂളിലും കോളേജിലും പോകണം. നിന്റെ കൂട്ടുകാർ അറിയട്ട് നീ ജീവിക്കുന്ന ക്രിസ്ത്യാനിയാണെന്ന്. കർത്താവ്, ഞങ്ങൾ ഈ കാര്യങ്ങളെ ബ്ലസ് ചെയ്യും. ഈ ദേശത്ത് നിന്ന്, ഈ നാട്ടിൽ നിന്ന്, ഈ വിദേശത്തിൽ കടന്നു വന്ന ഈ കുഞ്ഞുങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുമ്പോൾ ഞങ്ങൾക്കറിയത്തില്ലെങ്കിലും ദൈവത്തിന്റെ പദ്ധതി ഇവർ ലോക രാജ്യങ്ങളിലേക്ക് അയക്കപ്പെടട്ടെ. ഇവര് ചെല്ലുന്നിടത്ത് ചലിക്കുന്ന പ്രാണികൾ ഉണ്ടാകട്ടെ, സഭകൾ ഉടലെടുക്കട്ടെ, വർഷം ലീഡേഴ്സ് എഴുന്നേൽക്കട്ടെ, യേശുവിനെ പ്രസംഗിക്കുന്ന കുഞ്ഞുങ്ങൾ എഴുന്നേൽക്കട്ടെ. കർത്താവിന്റെ ചെയ്തതായി സ്തോത്രം. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ടെന്ന് പറയുന്ന ഒരു കരം ഉയർത്തിപ്പിടിച്ചാൽ എനിക്കൊരു പ്രാർത്ഥിക്കണമല്ലേ. ഞാൻ തകർന്നു പോയതാ, എന്റെ വീട് തകർന്നു പോയി, എനിക്ക് പഠിക്കാൻ കഴിയുന്നില്ല, ആവശ്യമില്ലാത്ത പലതിനെ പുറകെ ഞാൻ പോയി, പപ്പയ്ക്കും മമ്മിക്കും അറിയത്തില്ല ഞാൻ എന്താന്ന്. പക്ഷേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നവരെല്ലാം കരം ഉയർത്തിപ്പിടിച്ചാട്ടെ. എന്റെ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം, എന്റെ വീടിന്റെ സാമ്പത്തിക നിലവാരം പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന കുഞ്ഞുങ്ങളെല്ലാം കരം ഉയർത്തിപ്പിടിച്ചാട്ടെ. ധൈര്യത്തിൽ ഒരു പ്രാർത്ഥനാ വിഷയമുള്ളവർ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുക.